വഖഫ് ബിൽ വലിയ വിവാദമായതോടെ പണി കിട്ടുമെന്ന് കേന്ദ്രത്തിന് ഏറെക്കുറെ ഉറപ്പായി. അതുകൊണ്ട് തന്നെ അല്പമൊന്ന് അയഞ്ഞിരിക്കുകയാണ് കേന്ദ്രം. വിവാദമായ വഖഫ് ബിൽ 2024 സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കും. പാർലമെന്റിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുക, ബിൽ വിശാലമായ പരിശോധനയ്ക്കായി റഫർ ചെയ്യുക, ബില്ലിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക, കൂടുതൽ ആളുകളെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഇതിനായി ബിൽ സംയുക്ത കമ്മിറ്റിക്ക് കൈമാറുന്നു. ഭാവിയിൽ ഞങ്ങൾ അവരുടെ നിർദ്ദേശം തുറന്ന മനസ്സോടെ കേൾക്കുമെന്ന് റിജിജു പാർലമെന്റിൽ പറഞ്ഞു. വഖഫ് ബിൽ ഏതെങ്കിലും മതസംഘടനയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിച്ചിട്ടില്ലെന്നും റിജിജു വ്യാഴാഴ്ച പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ വഖഫ് നിയമത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നില്ലെന്നും അതിനാലാണ് ഭേദഗതി ആസൂത്രണം ചെയ്തതെന്നും ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നതിനെ ചൊല്ലി നിരവധി പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച എതിർപ്പുകളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് കഴിയാത്തത് നേടാനാണ് ഈ ഭേദഗതികൾ കൊണ്ടുവന്നത്. ഇക്കാര്യം കോൺഗ്രസിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ നിരയിൽ ഉയർന്നത്. ഇത് മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. ഈ ബില്ല് ഭരണഘടനയ്ക്കെതിരായ അടിസ്ഥാനപരമായ കടന്നാക്രമണമാണെന്ന് KC തുറന്നടിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ 30 നേരിട്ടുള്ള ലംഘനമാണിതെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് DMK MP കനിമൊഴിയും പറഞ്ഞിരുന്നു. വഖഫ് ബോർഡ് മാനേജ്മെന്റിൽ സുതാര്യത കൊണ്ടുവരാനാണ് ബിൽ ഉദ്ദേശിക്കുന്നതെന്നും ഏതെങ്കിലും പ്രത്യേക മതത്തെ ലക്ഷ്യം വെക്കുന്നതല്ലെന്നുമായിരുന്നു വേണുഗോപാലിന് മറുപടിയായി ജനതാദൾ യുണൈറ്റഡിലെ രാജീവ് രഞ്ജൻ പറഞ്ഞത്. ബില്ലിനെതിരെ മായാവതിയും രംഗത്തു വന്നിരുന്നു. മസ്ജിദുകൾ, മദ്രസകൾ, വഖഫ് എന്നിവയുടെ കാര്യങ്ങളിലെ ശക്തപരമായ ഇടപെടൽ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു. പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിനെ കുറിച്ച് ഉയർന്നു വന്ന സംശയങ്ങളും ആശങ്കകളും എതിർപ്പുകളും കണക്കിലെടുത്ത് ഈ ബില്ല് മികച്ച പരിഗണനയ്ക്കായി സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കുന്നതാണ് ഉചിതം. ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സർക്കാർ തിടുക്കം കാണിക്കാതിരുന്നാൽ നന്നായിരിക്കുമെന്നാണ് മായാവതി എക്സിൽ കുറിച്ചത്. 40-ലധികം ഭേദഗതികളോടെ പുതിയ ബിൽ 1995 നിലവിലുള്ള വഖഫ് നിയമത്തിലെ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമത്തിലെ നിരവധി വകുപ്പുകൾ റദ്ദാക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. മറ്റു മാറ്റങ്ങളോടൊപ്പം കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിം സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള നിലവിലെ നിയമത്തിലെ ദൂരവ്യാപകമായ മാറ്റങ്ങൾക്കും ബിൽ സാഹചര്യമൊരുക്കുന്നുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും ബോർഡുകളിൽ കുറഞ്ഞത് 2 സ്ത്രീകളും സംസ്ഥാന തലത്തിലുള്ള വഖഫ് ബോർഡുകളിലേക്ക് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2 അമുസ്ലിം അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്.